എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? അതുകൊണ്ട് ഈ നെഗറ്റീവായിട്ട് എടുക്കുന്നത് കൊണ്ട് എന്തുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പല കഴിവുകളും എൻ്റെ വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരിൽ നിന്ന് ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കിട്ടാത്തതിനെ ഈ മരണം വരെ അവസാനത്തെ മണ്ണിടുന്ന വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് മറ്റാരെയും നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് മാറിയാൽ മതി. എൻ്റെ ഉള്ളിലെ ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറിയാൽ മതി, അതിനൊന്ന് പോസിറ്റീവായിട്ട് എടുക്കാൻ. അയ്യോ എനിക്ക് എന്നെ പ്രൊവിൻഷ്യാളമ തന്നിട്ടില്ല, അല്ലെങ്കിൽ പിതാവ് ഞാൻ പറയും അയ്യോ പിതാവ് എനിക്ക് എന്നെ വികാരിച്ചനാളാക്കേണ്ടതാണ്, ഈ തന്നില്ല, ഈ പോസ്റ്റിൽ നിന്ന് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ഭർത്താവിന് എനിക്ക് കിട്ടിയുള്ളൂ, ഈശ്വര ദൈവമേ ഇതിനേക്കാൾ നല്ലൊരു കല്യാണാലോചന എനിക്ക് വന്നതായിരുന്നു, അതൊന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു. 2 തവണ ഞാൻ സ്നേഹിച്ചത്, അതിനെ കിട്ടിയാൽ മതിയായിരുന്നു. ഭർത്താക്കന്മാർക്ക് ചിന്തിക്കായിരുന്നു ഇതിനെ തന്നെയാണല്ലോ ദൈവമേ കിട്ടിയത്. ഏത് സമയം വാദം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെ പറയുന്നു. ഇതാണ് നമ്മൾ ചിന്തിക്കണം. നമ്മളിത് ഈ എടുക്കുന്ന മനോഭാവ. കുട്ടികള് പഠിച്ച് മാർക്കിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രയും കിട്ടിയുള്ളൂ, അമ്മയാണെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ മോളെ, ഇത്രയും കിട്ടിയല്ലോ, ഇതൊന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെ ഒരു ഇതില്ല. അപ്പുറത്തെ വീട്ടിൽ എത്രയുണ്ട്, ഇങ്ങനെയാ നമ്മുടെ ചിന്താഗതി, ഇങ്ങനെയാ. അത് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ ആ വ്യക്തി ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിക്കൊന്ന് പ്രോത്സാഹനം കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈ 5ഉം 2ഉം താലന്ത് കിട്ടിയ, ഈ 5ഉം 2ഉം താലന്ത് കിട്ടിയ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം സമാധാനമാകും. ഈ ഒരു താലന്ത് കിട്ടിയവൻ ആ കുടുംബത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പിറുപിറുപ്പും, എപ്പോഴും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും അസൂയും, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ബഹളമായിരിക്കും. ഇതിലുണ്ടോയെന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ഓരോരുത്തർ ഒരു താലന്തുമായിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ കാരണം ആ കുടുംബത്തിൽ സമാധാനം, ആ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവില്ല, ഉറപ്പാണ് ആ കാര്യം. കാരണം അവരുടെ ഉള്ളിലെ മൈൻഡ് സെറ്റാണ്. അവർ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ രോഗിയാണ് ഈശ്വര, എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഇത് തന്നെയാണ്, എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആർക്കും കൊടുക്കരുത്. നമ്മളിങ്ങനെ ചിന്തിച്ച് ഈ മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു താലന്ത് കിട്ടിയ വ്യക്തിയെ പോലെ ആകാതിരിക്കട്ടെ. പോസിറ്റീവായിട്ട് ചിന്തിക്കും. ദൈവം തന്ന ദാനം ഞാൻ നന്നായിട്ട് ഉപയോഗിക്കും, ആ കഴിവ് നന്നായിട്ട് ഉപയോഗിക്കും. എനിക്കത് കിട്ടിയെങ്കിൽ ഇത് കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കാതെ കിട്ടിയത് എന്താണ് അതിനിരട്ടിയാകാം. അത് ഇരട്ടിയാക്കി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇരട്ടിയേക്കാൾ ഇരട്ടിയായിട്ടാണ് കർത്താവ് കൊടുത്തത്. ഉള്ളവന് വീണ്ടും കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ഇരട്ടി ദൈവം നമുക്ക് തരും. അല്ലെങ്കിൽ എന്തുണ്ടാകും, നമ്മളിങ്ങനെ പരാതിയും പരിഭവമായിട്ട് ആ മണ്ണിൽ നമ്മൾ ജീവിച്ചു പോകും.